ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു അടിപൊളി കേക്കായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ ഒരു ലുക്കും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫോണ്ടൻ്റ് വർക്കുകൾ അത് നമ്മളെല്ലാം ഇത് ഒരാഴ്ച മുൻപേ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിന് മുൻപ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഓരോന്നും ജിറാഫാണെങ്കിലും എലിഫൻ്റ് ആണെങ്കിലും പിന്നെ മങ്കി, ലയൺ, പിന്നെ ലീഫ്, ബനാന, ഇതിൻ്റെ എല്ലാ വർക്കുകളും ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ്, നമ്മൾക്ക് എത്ര അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് വേറൊന്നുമില്ല, ഇപ്പം നമ്മളത് സെറ്റ് ചെയ്യുന്ന ആ വീഡിയോ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടും. പിന്നെ അതിൻ്റെ ഫ്രോസ്റ്റിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഫൈനൽ കോട്ട് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇത് സാധാരണ നമ്മളുടെ 2 കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് ട്രഫിളാണ്. അപ്പോൾ നന്നായിട്ട് ചോക്ലേറ്റിൽ തന്നെ നന്നായിട്ട് ഉള്ളിലൊക്കെ നമ്മൾ ക്രം കോട്ട് ചെയ്തപ്പോൾ മൊത്തത്തിൽ ചോക്ലേറ്റിലാണ് ക്രം കോട്ട് ചെയ്തത്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഹെവി ആയിട്ട് ചോക്ലേറ്റ് കൊടുത്തിട്ട് നമ്മുടെ മേളിൽ പിന്നെ വൈറ്റ് ക്രീമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം വൈറ്റിൽ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജംഗിൾ തീം കേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു കളേഴ്സ് എല്ലാം എടുത്ത് നമുക്കറിയാമല്ലോ, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ, ബ്രൗൺ, ഇതൊക്കെ എല്ലാം വരുന്ന ഒരു കളർ തീമായിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ എടുത്ത് നിൽക്കണമെങ്കിൽ ആ വൈറ്റ് ക്രീമിൽ തന്നെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നമ്മളുടെ നെയിം ബോർഡാണ് ഇത് സെറ്റാക്കുന്നത് ഫോണ്ടനിൽ തന്നെ. മറ്റേതൊക്കെ നമ്മൾ നേരത്തെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ഒരു കണ്ടെയ്നർ ബോക്സിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊന്നും ആ ഒരു വർക്ക് ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ നെയിം ബോർഡ് അത് നമ്മൾ ലാസ്റ്റാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു ബോർഡിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോണ്ടൻ്റ് വർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് നമ്മൾക്ക് ആ സമയത്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 60 ഇഞ്ച് അത്രയും ഇഞ്ചുള്ള ഒരു ബോർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഫുള്ളായിട്ട് അങ്ങോട്ട് പരത്തിയിട്ട് ആ സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്താണ് നമ്മൾ വെച്ചത്. ഫ്രണ്ടിൽ മാത്രം നമ്മൾക്ക് ആ ഒരു ഒറ്റ പീസായിട്ട് നമുക്ക് കിട്ടി. അത് ബാക്കിയൊക്കെ ബാക്കിലൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഓരോന്നും അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് ഗ്ലോവിൽ. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി നല്ല ഫിനിഷിങ്ങിലായിട്ട് ഇതിപ്പോൾ നമ്മൾ വീട്ടിലാണ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ള കേക്കിൽ വെക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ലീഫാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടാണ് സെറ്റ് ചെയ്തത്. കാരണം കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാവലിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്, എന്തെങ്കിലും താഴെ വീണ് പോയി അത് റിസ്ക്കാണ്. അപ്പോൾ പിന്നെ അതൊന്നും വേണ്ടല്ലോ എന്ന് കരുതി അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ലീഫും അങ്ങനെയുള്ള ചെറിയ ലീഫുകൾ നമ്മൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ മങ്കിയാണ് അത് ചെറിയൊരു ടൂത്ത് പിക്ക് കൊണ്ട് നമ്മളുടെ അതിൻ്റെ വായിലേക്ക് നമ്മൾ ഇൻസെർട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ മൂക്കൊക്കെ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് അറിയാൻ പറ്റാത്ത രീതിയിൽ അതേപോലെ തന്നെ അതിൻ്റെ പൊക്കിൻ്റെ ആ വയറിൻ്റെ ഭാഗത്തും അത് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മേളിലൊരു ആ ഫോണ്ടൻ്റ് വർക്ക് വെച്ച് കൊടുത്തു കഴിയുമ്പോഴേക്കും ആ വയറിൻ്റെ ഭാഗം ക്ലീൻ ആയിട്ടിരുന്നു. അപ്പം നമ്മൾക്ക് ഫോണ്ടൻ്റ് ആ താഴേക്ക് ആ മങ്കി വീഴുമെന്നുള്ള പേടി വേണ്ട. കാരണം കുറച്ചധികം അത്യാവശ്യത്തിന് കട്ടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് അനങ്ങുമ്പോൾ വീഴാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നു സെറ്റായിട്ട്. പിന്നെ നമ്മളുടെ ജിറാഫിനെയാണ് അത് ഇതുപോലെ തന്നെ ആ ബോർഡിൽ ഫോണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഗ്ലൂ ചെയ്തിട്ട് അവിടെ ആ ഒരു വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇപ്പുറത്ത് എലിഫൻറ്റും നടുക്കാണ് നമ്മളുടെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന മങ്കിയനുള്ളത്. അപ്പോൾ ഇങ്ങനെ കൈവിരിച്ച് നിൽക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ട് നല്ല ലുക്കായിരുന്നു കാണാനായിട്ട്. നേരിട്ട് സൂപ്പർ, നേരിട്ടും അല്ലെങ്കിൽ ഇതിനകത്ത് നല്ല അടിപൊളി ലുക്കാണ്. പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കൊണ്ടുപോയിട്ട്. നമ്മൾ ഫോണ്ടൻ്റ് വർക്കൊക്കെ നേരത്തെ ചെയ്തതുകൊണ്ട് എങ്കിലും കുറച്ച് സമയമെടുത്തിട്ടാണ് ചെയ്തത്. ഓരോ ലീഫും ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുണ്ട് ബോർഡിലൊക്കെ. പിന്നെ ബനാന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് നല്ലൊരു ഒറിജിനാലിറ്റി തോന്നുന്നതായിരുന്നു. ആ ബനാനയും ആ ലീഫും ഒക്കെ അടിപൊളിയായിട്ട് കസ്റ്റമർ പറഞ്ഞായിരുന്നു. ഒറിജിനലായിട്ട് തോന്നുന്ന രീതിയിലായിരുന്നെന്ന് കസ്റ്റമർ പറഞ്ഞായിരുന്നു. അപ്പോൾ കാണാൻ നല്ല അടിപൊളി ലുക്കായിരുന്നു. പിന്നെ താഴെ കിടക്കുന്ന ആ ലീഫ് പോലെ കുറച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ ബനാനയും എല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചു, കാരണം താഴെയുള്ളത്. മറ്റേത് ക്രീമിലാകുമ്പോഴേക്കും അതിനകത്ത് സ്റ്റിക്കായിരുന്നോളൂ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. പിന്നെ ആ സൈഡിലുള്ള ബനാന വയ്ക്കുന്നത് അധികം കട്ടി കുറച്ചിട്ട് ആ ബനാന എടുത്തത്. മേളിലും താഴെ വയ്ക്കുന്നതാണ് കുറച്ച് കട്ടിയായിട്ട് എടുത്തത്. അല്ലെങ്കിൽ സൈഡിൽ വയ്ക്കുമ്പോൾ അത് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അധികം കട്ടിയില്ലാതെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ മേളിലും പിന്നെ താഴെ ലീഫ് വലിയ ലീഫും ചെറിയ ലീഫൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന രീതിയിൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു.
പിന്നെ നമ്മുടെ ലയണിനെ സെറ്റാക്കി. പിന്നെ നമ്പർ 1 ആയിരുന്നു. ആ നമ്പർ 1ഉം അതൊരു ജിറാഫ് തീമിലാണ് നെയിമും 1ഉം നമ്മൾ ചെയ്ത് കൊടുത്തത്, കളർ തീമിൽ. പിന്നെ ആ സൈഡിലൊക്കെ ജംഗിൾ ലീഫാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആ ഒരു വലുതും ചെറുതും പല കളറിൽ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ഒക്കെ ആയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 6 ഡോനട്ടും 6 കപ്പ് കേക്കും കൂടി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതും ഒരു ജിറാഫിൻ്റെ ആ ഒരു തീമിലും പിന്നെ ആ ഒരു ജംഗിൾ തീമിൽ തന്നെയാണ് നമ്മൾ കപ്പ് കേക്കും ചെയ്തിരിക്കുന്നത്. അടിപൊളിയല്ലേ കാണാനായിട്ട്, സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം ആ ഒരു ഫോണ്ടൻ്റ് വർക്കൊക്കെ നിങ്ങളെല്ലാവരും പോയി കാണുക. അത് എത്ര അറിയാത്തവർക്ക് പോലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.